ഹെയറിനോ? കാരണം എന്താ നരക്കണീനൊക്കെ നമ്മൾ ആദ്യം നസിക്ക് ചെയ്യാം. അത് നമ്മൾ ആഗ്രഹം പറഞ്ഞു കൊടുക്കും. ഹലോ ഹായ് അസ്സാം വലൈക്കും. എന്താ മുത്തുമണികളെ വിശേഷങ്ങളൊക്കെ? സുഖലങ്ങൾക്കൊക്കെ അൽഹംദുലില്ലാ നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്, സുഖമായിട്ട് ഇരിക്കണം കേട്ടോ. പിന്നെന്താ ഋഷ മൊയ്തു ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണണ്ടേ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്തോളി, ലൈക്കും ചെയ്തോളി, മാക്സിമം ഷെയറും ചെയ്തോളി കേട്ടോ. ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. ഏതായാലും ഇന്നത്തെ കാര്യം ഞാൻ എനിക്കും വേണ്ടി തന്നെയാണ് മാറ്റി വെച്ചിക്കണത്. അമ്മക്കും വേണ്ടിക്കാണ്ട് ഇടക്കൊക്കെ ഒന്ന് മാറ്റി വെക്കണത് നല്ലതാണല്ലേ. കുറേ ദിവസമായി മക്കളെ എൻ്റെ പല്ലും തടിയൊന്നും നോക്കാനും വേണ്ടിക്കാണ് ഞാൻ പരക്കം പായണം. അങ്ങനെയാണ് മലപ്പുറം കുന്നുമക്ക് ഞാൻ ബസ് കയറുന്നത് കേട്ടോ. അവിടെ റെമഡി ഡെന്റൽ ക്ലിനിക്ക് പറഞ്ഞ ഒരു ക്ലിനിക്ക് ഉണ്ട്. ഭാര്യയും ഭർത്താവും കൂടി തുടങ്ങിയ ഒരു ക്ലിനിക്കാണ് കേട്ടോ. ഭാര്യ ആയുർവേദിക് ഡോക്ടറാണ്, ഭർത്താവ് ഇംഗ്ലീഷിന്റെ പല്ല് ഡോക്ടർ തന്നെയാണ് കേട്ടോ. അപ്പൊ ആ രണ്ട് കാര്യങ്ങളും സാധിക്കാനും വേണ്ടിയിട്ട് തന്നെയാണ് പോയത്. അപ്പൊ നമ്മൾ കുറെ ദിവസമായി പൂതിയൊക്കെ തുടങ്ങിയിട്ട് കേട്ടോ, ഡോക്ടറെ കാണിക്കണം എന്ന്. അപ്പൊ ഇംഗ്ലീഷ് മരുന്ന് ഏതായാലും പോകാനാവൂല കരുതിയിട്ടെ മക്കളെ. ഒരു ദിവസം ഒരു ഗുളിക കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ നീച്ചാനും വെച്ച കുത്തർക്കാനും വെച്ച ഒന്നിനും വെച്ച. അങ്ങനെയാണ് ഞാനൊരു ആയുർവേദിക് ഡോക്ടറെ അടുത്ത് തന്നെ പോയത് കേട്ടോ. നിങ്ങൾ എപ്പോഴും വാട്സപ്പ് ചെയ്തും കമന്റ് ബോക്സിൽ എപ്പോഴും പറയലുണ്ട് ഋഷന്റെ ഹെൽത്ത് നോക്ക്, ശരീരം നോക്ക്, ഇതൊക്കെ നിങ്ങൾ എപ്പോഴും പറയണാണല്ലേ. ഒന്നിനും എനിക്ക് നേരം കിട്ടലില്ല നിങ്ങൾക്ക് അറിയില്ലേ. എന്നാൽ എല്ലാം കഴിഞ്ഞിട്ട് ഒന്നിനും നേരം ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ അപ്പോത്തിന് മൂക്കിൽ പഞ്ഞി വെക്കാനാവും. ഏതായാലും പോയത് നന്നായി. അവിടെ ചെന്നപ്പോഴല്ലേ അറിഞ്ഞ പൊന്നാര മക്കളെ, ഭാര്യ ആയുർവേദിക് ഡോക്ടർ ആണെങ്കിലും ഭർത്താവ് പല്ലിന്റെ ഇംഗ്ലീഷ് ഡോക്ടർ അവിടെ ഉണ്ട് എന്ന്. ഏതായാലും ആ കാര്യത്തിന് ഒരു തീരുമാനം കൂടി ആക്കാരുതിക്കാണ്ട് എന്നെയാണ് പോയത് കേട്ടോ. ഏതായാലും രണ്ടും കൂടി സാധിച്ചു പോന്നതുകൊണ്ട് അൽഹംദുലില്ലാ റാഹത്തായിട്ടോ. ഏതായാലും ഈ പ്രാവശ്യം നല്ലൊരു ഡോക്ടർ തന്നെ കാണിക്കാന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് മലപ്പുറത്ത് കുന്നുമ്മക്ക് ഞാൻ ബസ് കയറിയത് കേട്ടോ. ഞാനും റിതുവാണ് പോയിരുന്ന ബസ്സിൽ. ഞാൻ അന്ന് പറഞ്ഞിരുന്നു 2 ദിവസം മുന്നിലേ ആകെ കുഴങ്ങി വീണുന്ന്. ഡോക്ടർ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി. മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടോ. ഡോക്ടർ പുഞ്ചിരിയോടെ സംസാരിക്കണ കാണുമ്പോൾ തന്നെ നമ്മൾ മുഖത്തേക്ക് എങ്ങനെ നോക്കി നിൽക്കൂട്ടോ. കുറെ നേരം എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിന്നുകാണ്ട് ചിരിച്ചുകാണ്ട് ഡോക്ടറിനു എൻ്റെ മുഖത്ത് എന്തൊക്കെയാ പാടുകൾ കുത്തുകൾ ഇതൊക്കെ ഉണ്ട്, എന്തെങ്കിലും ക്രീം ഉപയോഗിക്കലുണ്ടോ എന്ന് ചോദിച്ചുട്ടോ. ഒരു ക്രീമും ഉപയോഗിക്കലില്ല, അങ്ങക്ക് അറിയില്ല. 2-3 വർഷമായി ഒരു പൗഡർ പോലും ഉപയോഗിക്കില്ല. ഒന്നാമത് മുഖം നേർക്ക് നോക്കായിട്ട് തന്നെ. അപ്പം അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞ് മനസ്സിലാക്കി തന്നു കേട്ടോ. മുഖത്ത് രാത്രി പുരട്ടാനുള്ള ക്രീമുകൾ, അതുപോലെ നമ്മളെ ചുണ്ടിന് കറുപ്പ് മാറാനുള്ള കാര്യങ്ങൾ. അപ്പം അതിൻ്റെ അടിയിൽ ഞാനൊന്ന് നമ്മളെ ഷെയ്മോളെ കാര്യം സൂചിപ്പിച്ചിരുന്നു കേട്ടോ. അവൾ എപ്പോഴും പറയും ബ്യൂട്ടി പാർലറിൽ പോകണം. ഞാൻ അതിന് സമ്മതിക്കില്ല. ഒന്നാമത് ഒരുപാട് പൈസയാവും നിങ്ങൾക്ക് അറിയണാണില്ലേ. അപ്പം പിന്നെ അത് വേണ്ടാന്ന് കരുതി ഡോക്ടറോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടർ അതിനുള്ള മരുന്നുകളൊക്കെ തന്നു കേട്ടോ. എനിക്ക് അതൊന്ന് ഉപയോഗിച്ച് നോക്കി. എന്തായാലും നമ്മൾ ഷെയ്മോള് 2 ദിവസമായി ഉപയോഗിക്കൽ തുടങ്ങിയിട്ട്, ഞാനും ഉപയോഗിക്കൽ തുടങ്ങിയിട്ട്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ എഫക്റ്റ് എങ്ങനെ ഉണ്ട് എന്ന് ഞാൻ നിങ്ങൾക്ക് എന്തായാലും 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ വരുന്നതായിരിക്കും കേട്ടോ. എന്തായാലും അതിന് കൊണം മണം ഉണ്ടെങ്കിലല്ലേ പോയിട്ട് കാര്യമുള്ളൂ. വെറുതെ നമ്മൾ വണ്ടിക്കൂലും ചിലവാക്കി പോയിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഇപ്പോൾ എന്താണെന്നോ, പരസ്യം മാത്രമല്ല കേട്ടോ, അതൊരു ആയുർവേദിക് ഡോക്ടറും കൂടിയാണ് കേട്ടോ. അതിൻ്റെ പ്രത്യേകത വേറെ തന്നെയാണ്. നമ്മളെ ചുണ്ടിനുണ്ടാണ് കറുപ്പുകൾ, മുടിക്ക് കാര്യമായിട്ട് ഹെൽത്ത് ഇഷ്യൂസും, നമ്മളെ തടി കുറക്കുക. നമുക്ക് തടിയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ ഹെൽത്തായി ജീവിക്കുക എന്നുള്ള വലിയൊരു സ്വപ്നമാണ് അല്ലേ. അപ്പോൾ അതിനൊക്കെയാണ് കാര്യമായിട്ട് ഡോക്ടർ ഓൺലൈനായിട്ടും നോക്കൂ കേട്ടോ. അപ്പോൾ വാട്സപ്പ് നമ്പർ ഉണ്ട്, ഡോക്ടറെ കോൺടാക്ട് ചെയ്യാല്ലേ. അതുപോലെ ഈ പ്രൊഡക്റ്റുകളൊക്കെ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഡോക്ടർ കൊറിയർ ആയിട്ടും അയച്ചു തരും. അപ്പോൾ എന്തൊരു കാര്യത്തിനും ഡോക്ടറെ നമ്പർ ഉണ്ട്, വാട്സപ്പ് ചെയ്യുക. നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ചോദിക്കുക, ഇതിനെ പറ്റിയുള്ള സംശയങ്ങളൊക്കെ ചോദിക്കുക കേട്ടോ. ആ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മളെ ചുണ്ടിന് നല്ലൊരു റിസൾട്ട് കാണലുണ്ട് എന്ന് ഡോക്ടർ തന്നെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡോക്ടർ ഉത്തരവാദിത്തോട് കൂടിയിട്ട് ഡോക്ടർ ഉണ്ടാക്കണ ഉൽപ്പന്നം തന്നെയാണ്. ഡോക്ടർ നിർദ്ദേശപ്രകാരം ഡോക്ടർ വീട്ടിലുണ്ടാക്കണ ഉൽപ്പന്നമാണ് കേട്ടോ. അപ്പോൾ വിശ്വസിച്ച് ഉപയോഗിക്കുക. അവരെ കോൺടാക്റ്റ് നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്തായാലും 2 ദിവസമായിട്ട് നല്ലൊരു മാറ്റം എന്തായാലും തോന്നുന്നുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാ നിങ്ങളൊക്കെ ഒന്ന് വാട്സപ്പ് ചെയ്തൊക്കെ ഒന്ന് ചോദിച്ചു നോക്കിയേ. നിങ്ങളെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതുപോലെ തടി കുറക്കാൻ, നമുക്ക് ശരീരത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളെ മുഖത്തിൻ്റെ സ്കിന്ന്, അതാണ് കാര്യമായിട്ടില്ലേ. വെറുതെ പൈസയും കായും കൊടുത്തുകൊണ്ട് ബ്യൂട്ടി പാർലറിൽ പോകാൻ നിൽക്കണ്ട കേട്ടോ മക്കളെ. വെറുതെ പൈസയും കായും കൊടുത്ത് നമ്മളെ പോലെ ആളുകൾക്ക് കഴിച്ചില്ലല്ലേ ബ്യൂട്ടി പാർലറിലൊക്കെ പോകാൻ. അപ്പോൾ വിശ്വസിച്ച് തികച്ചും ഉപയോഗിക്കാം കേട്ടോ. നമ്മളെ വീട്ടിൽ ഡോക്ടർ നിർദ്ദേശപ്രകാരം തന്നെ ഉണ്ടാക്കണം ആയുർവേദിക് മെഡിസിൻ കാര്യങ്ങളാണ്. നമ്മളെ ഹെൽത്ത് ഇഷ്യൂസ്, അതേപോലെ നമ്മളെ ഓയിൽ സ്കിന്ന്, ചുണ്ടിൻ്റെ ബുദ്ധിമുട്ടുകൾ, തൊലി, ഇങ്ങനെയല്ല എല്ലാ ട്രീറ്റ്മെൻറ്റും, അതുപോലെ ഓയിൽ മസാജ് കാര്യങ്ങൾ
ഡോക്ടർ ഓൺലൈനിലായിട്ടും ഇത് പറഞ്ഞ് മനസ്സിലാക്കി തരും. വാട്സപ്പ് ചെയ്താൽ മതി, കോൺടാക്ട് ചെയ്താൽ മതി ഡോക്ടർ നമ്പറിൽ കേട്ടോ. എല്ലാ കാര്യങ്ങളും അതുപോലെ പ്രൊഡക്റ്റുകളൊക്കെ ഡോക്ടർ കൊറിയറായിട്ടും അയച്ചു തരും കേട്ടോ. ഒന്നും വിളിച്ചു. പിന്നെ അവിടെ എന്താ അത്ര വലിയ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞ പോലെ ഭാര്യ ആയുർവേദിക് ഡോക്ടറാണ്, ഭർത്താവ് പല്ലിൻ്റെ ഡോക്ടറാണ് കേട്ടോ. അവിടെ എല്ലാ ട്രീറ്റ്മെൻറ്റും ഉണ്ട്, അത്യാധുനികമായ എല്ലാ സൗകര്യത്തോടു കൂടി ഡെൻ്റലിൻ്റെയും പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ കുഞ്ഞു കുട്ടികളോടൊക്കെ നല്ല രീതിയിൽ പെരുമാറാനും അതേപോലെ നമ്മളെ ഋതുവിന് തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് ഡോക്ടർ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. പല്ലിൻ്റെ എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്യുന്നുണ്ട്. പല്ല് വെക്കാൻ, അതുപോലെ പല്ലിന് കമ്പിടാൻ സ്പെഷ്യൽ ഡോക്ടറൊക്കെ മാസത്തിൽ അവിടെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ റൂട്ട് കനാല് കാര്യങ്ങൾ, അതേപോലെ പല്ല് പൊത്തടക്കുക, അതുപോലെ എല്ലാ ഐറ്റംസും പല്ലിനില്ലേ എല്ലാ കാര്യങ്ങളും. പല്ല് എന്ന് പറയുമ്പോൾ നമുക്ക് പേടിയായിരിക്കും, കണ്ടമാനം പൈസ നമുക്ക് ചിലവാകും. കാര്യങ്ങളൊക്കെ അറിയാലേ, കണ്ടമാനം പൈസ ചിലവാകും കരുതിക്കാണ്ട് തന്നെ പല്ലുമ്മക്ക് വല്ലാതെ നോക്കാഞ്ഞ കേട്ടോ. അങ്ങനെയാണ് മലപ്പുറം കുന്നുമ്മൽ നമ്മളെ കനറ ബാങ്കിൻ്റെ നേരെ മുന്നിൽ ഡെൻ്റൽ ക്ലിനിക്ക്, റെമഡി ഡെൻ്റൽ ക്ലിനിക്ക്. അതൊരു ഉള്ളിക്കായോണ്ട് വല്ലാതെ കാണൂല, പക്ഷെ എല്ലാ സൗകര്യവും ഉണ്ട് കേട്ടോ. നമ്മൾ ആ കുഞ്ഞു കുട്ടികളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ ഒന്ന് കുറച്ച് നേരം ഇരിക്കാൻ ഒരു മനസ്സമാധാനത്തോട് കൂടിയിട്ട് എന്നെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാട്ടോ. 3-4 പല്ലുകൾ റൂട്ട് കനാലും 2 പല്ലുകൾ പൊത്തടക്കാനും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വലിയ സംഖ്യ എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് നീച്ചു പോകുന്ന കഥയൊക്കെ ഞാൻ 3-4 വീഡിയോസിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടുത്തെ അത്ര വലിയ പ്രത്യേകത മലപ്പുറത്തേക്ക് ചെന്തിനെ ബസ് കയറിയ പാത്തുവന്നായിരിക്കൂലേ. അപ്പോൾ ആവശ്യമില്ല മാത്രം പൊത്തടക്കുക, ആവശ്യമില്ല മാത്രം റൂട്ട് കനാൽ ചെയ്യുക, ബാക്കിയുള്ള കവർ ചെയ്യുക. ആ ഒരു ലക്ഷ്യത്തിന് തന്നെയാണ് ഞാൻ അങ്ങോട്ട് കയറി ചെന്നത് കേട്ടോ. ഞാൻ പറഞ്ഞില്ല 3-4 ഹോസ്പിറ്റലിൽ കയറിയിട്ട് കണ്ടമാനം പൈസ പറഞ്ഞു. എല്ലാം കൂടി റൂട്ട് കനാൽ ചെയ്ത് കവർ ചെയ്യുമ്പോഴത്തേന് നമ്മൾ ആധാരം പിന്നെയും പണയം വെക്കേണ്ടി വരും, നിങ്ങൾക്ക് അറിയണേല്ലേ. അതുകൊണ്ട് തന്നെയാണ് അവിടെ പോയത്. അപ്പോൾ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ മാത്രം ഡോക്ടർ പറഞ്ഞ് എനിക്ക് മനസ്സിലാക്കി തന്നു. ആവശ്യമില്ല പല്ലുകൾ മാത്രം റൂട്ട് കനാൽ ചെയ്ത് ബാക്കിയുള്ളതൊക്കെ തൽക്കാലം പൊത്തടിച്ച് ബാക്കി കവറിങ് ചെയ്തു കേട്ടോ. അപ്പം എൻ്റെ കയ്യിൽ ഒതുങ്ങിയ പൈസക്ക് ഞാൻ ചെയ്തുകൊണ്ട് അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷം. വീഡിയോ എടുക്കണുണ്ടിട്ട് ഡോക്ടർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്താ നിങ്ങൾ വീഡിയോ എടുക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടോ, അവിടെ 2 ഡോക്ടേഴ്സുമാരാണ് ഇരിക്കുന്നത്. ഒന്ന് ലേഡി ഡോക്ടറാണ്, പിന്നെ മറ്റത് നമ്മളെ ആയുർവേദിക് ഡോക്ടർ ഹസ്ബൻഡും കൂടിയാണ് കേട്ടോ. പിന്നെന്താ നമ്മളെ ഋതുവിൻ്റെ പല്ലിലെ കുറേ ദിവസമായി പല്ലുവേദന എന്ന് പറയണു. അപ്പോൾ 2 പല്ല് റൂട്ട് കനാൽ ചെയ്യാനുണ്ട് എന്ന് ഇവിടുന്ന് 2 ഡോക്ടേഴ്സ് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ 2 പല്ലും കൂടി റൂട്ട് കനാൽ ചെയ്തുകാണ്ട് കവറിടാൻ നല്ലൊരു സംഖ്യ ആവുമെന്ന് കരുതികാണ്ട് തന്നെയാണ് അവിടെ ഡോക്ടറെ കാണിച്ചത് കേട്ടോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു പല്ല് ചെയ്താൽ മതി, മറ്റേ പല്ല് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി, ബാക്കി നമുക്ക് പൊത്തടക്കാമെന്ന്. എന്താണെന്നോ മനസ്സിക്കൊരു സമാധാനമാണ് മക്കളെ. ഈ ചെല്ലുമ്പോൾ എല്ലാ പല്ലും റൂട്ട് കനാൽ ചെയ്ത് കാണ്ട് കവർ ഇടണമെന്ന് പറയുമ്പോൾ നമുക്കൊരു പേടിയാരം, കണ്ടമാനം പൈസ കൊടുക്കണ്ടേ. ഏതായാലും നമ്മളെപ്പോലെ പാവങ്ങളായിരിക്കും, അധികം ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ പോവുകയല്ലേ. അപ്പം നമ്മൾ ഗതികോടുകൊണ്ട് നമ്മൾ ചെയ്യും. ഇത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ആവശ്യമില്ല മാത്രമേ ഡോക്ടർ കനാലും കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ കേട്ടോ. പിന്നെ അവിടെ ലേഡീസ് ഡോക്ടറും കൂടി ഉണ്ട്. നമുക്ക് എപ്പോഴൊന്നും ഇപ്പോൾ ആണുങ്ങളെ പറ്റിക്കോണമെന്നുണ്ടാവില്ല അല്ലേ. അപ്പോൾ ഒരു ലേഡി ഡോക്ടറും ഉണ്ട്. ഡോക്ടർ ക്യാമറ കണ്ടിട്ട് ചിരിക്കണുണ്ട് കേട്ടോ. അപ്പം അമ്മക്കൊരു തീർപ്പതിക്ക് നമ്മൾ എടുത്തു എന്നല്ലാതെ നമ്മളെ ട്രീറ്റ്മെൻറ്റ് നമ്മളെ പൈസ കുറവ്, അപ്പം അതിനനുസരിച്ചല്ലേ. പിന്നൊരു കാര്യം നിങ്ങളോട് പ്രത്യേകിച്ച് പറയാലതേ, രണ്ടാളും ഒരു ക്ലിനിക്ക് കുത്തിറക്കുകയാണെങ്കിലും ഭാര്യ ആയുർവേദിക് ഡോക്ടർ ആണെങ്കിലും ഭർത്താവ് പല്ലിൻ്റെ ഇംഗ്ലീഷ് ഡോക്ടർ തന്നെയാണ് കേട്ടോ. ചിലവർക്കൊരു പേടി ഉണ്ടാവും, ഡോക്ടർ ഇംഗ്ലീഷ് ഡോക്ടർ തന്നെയാണ്. ധൈര്യത്തിൽ തന്നെ ചെയ്തോളി, നമ്മളെ എല്ലാ സൗകര്യത്തോടു കൂടി അവിടെ പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ആ ലേഡി ഡോക്ടറാണ്. അപ്പോൾ ആ ഒരു സൗകര്യം കൂടി അവിടെ ലഭ്യമാണ് കേട്ടോ. ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് ചെന്നോളി. പിന്നെ ആ പ്രൊഡക്റ്റുകളൊക്കെ ആവശ്യമുള്ളവർ, ഡോക്ടർ കൗൺസിലിംഗ് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളി.